എനിക്കെന്റെ രൂപം തിരിച്ചു വേണം. അത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആ പൂജയ്ക്ക് തയ്യാറെടുപ്പുകൾ വേണം. ചെയ്യുന്ന പൂജയോട് നീതി പുലർത്തണം. അതിന് ഒരുപാട് സമയവും വേണം. അതങ്ങനെ നീ പറഞ്ഞാലുടനെ ചെയ്യേണ്ട കാര്യമല്ല. വീട്ടിലാണെങ്കിൽ അപമാനം, ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും സംശയം. ഇനി ഒരുപക്ഷെ ഈ വിഷയത്തിൽ റീന വന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ ഈ വീട്ടുകാർ അജിത്തുമായിട്ടുള്ള അവളുടെ കല്യാണവും നടത്തി കൊടുക്കും. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിനവൻ മരണപ്പെടണം. എങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കാതെ. എന്നുവെച്ചാൽ അവനെ കൊന്നുകളയണം. എങ്കിൽ ആ നാഗമാണിക്യം എവിടെയാണെങ്കിലും ഞാൻ തന്നെ നിങ്ങളുടെ കയ്യിലെത്തിക്കും. എന്ത് ചെയ്തിട്ടായാലും ശരി, അവനെ തീർത്ത് കളഞ്ഞേ മതിയാകും. ആ കാരണം കൊണ്ട് കൊല്ലുന്നത് ശരിയല്ല ദിഗ്വിജയ. നീ ഒന്നുകൂടി ആലോചിക്കൂ. നന്നായി ചിന്തിച്ചിട്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കണ്ണ് പതിപ്പിച്ചവൻ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. അവനെ നാമാവശേഷമാക്കണം. ഇനി അതിനൊട്ടും താമസിച്ചുകൂടാ. ശരി, പൂജ ചെയ്യാം. വീണയുടെ ചെറിയച്ഛൻ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ച് വീണയെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുവോ? ഇല്ല, എന്തെങ്കിലും ചെയ്യണം. നാഗമാണിക്യത്തിന്റെ ശക്തി ഇവിടെ ഉപയോഗിക്കണം. സുമാത്ര, പറയ്. നീ പറഞ്ഞ കാര്യം ഞാൻ ഗരുഡ ലോകത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഗരുഡ രാജാവ് എനിക്കൊരു സൂചനയും നൽകിയിട്ടുണ്ട്. സൂചനയോ? എന്താണത്? ഇനി വരാനിരിക്കുന്ന 24 മണിക്കൂറുകൾ നാഗശക്തിയുടെ സ്തംഭന സമയമാണ്. നാഗങ്ങൾക്കായാലും നാഗമാണിക്യത്തിനായാലും ഈ സമയത്ത് ശക്തി നഷ്ടപ്പെട്ടിരിക്കും. ഈ സമയം നോക്കി നാഗമാണിക്യം കൈവശപ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ മാനവനും ദാനവനും ഗന്ധർവനുമെല്ലാം ഈ സമയത്ത് നാഗമാണിക്യം കൈവശപ്പെടുത്തുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് നിന്റെ അവസാനത്തെ അവസരമാണ്. നീ എത്രയും വേഗം നാഗമാണിക്യം കൈക്കലാക്കിക്കൊള്ളുക. നമ്മുടെ ലോകം നിന്നെ വരവേൽക്കുവാനായി കാത്തിരിക്കുന്നുവെന്ന് ഗരുഡരാജൻ അറിയിച്ചു. ഇത്തവണ നീ തോറ്റാൽ പിന്നീട് എല്ലാവരും ചേർന്ന് നാഗമാണിക്യം എടുക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നതാണ്. അതിനാൽ ഇനിയുള്ള സമയം വളരെ നിർണായകമാണ്. നാഗമാണിക്യം എവിടെയുണ്ടെങ്കിലും അത് കൈവശപ്പെടുത്തി നീ മടങ്ങി വരേണ്ടതാണ്. അല്ല മോനെ സീറോ, നിന്റെ അനിയത്തെ അത്രയും കരഞ്ഞു വിളിച്ച് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നിന്നെ കണ്ട് പഠിക്കണമെന്നൊക്കെ അങ്ങ് പൊക്കി പറഞ്ഞപ്പോഴേ അതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നല്ലോ. എന്താ കാര്യം? എന്താ ഈ യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ? അല്ല, ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ യഥാർത്ഥ പ്രണയം എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. സ്നേഹം അഭിനയിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി നാടകത്തിൽ അഭിനയിക്കുന്നത്. പക്ഷെ അതിന് ആയുസ്സുണ്ടാവില്ല. ഇതിലും നന്നായിട്ടേ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഉത്തരം പറയുമായിരുന്നു. നിന്റെതപ്പോ യഥാർത്ഥ പ്രണയം അല്ലായിരിക്കാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉത്തരം പറയുന്നത്. എന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ലേ? നിനക്ക് മനസ്സിലാവില്ല. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ലേ. അനുഭവിച്ചാലും മനസ്സിലാവില്ല. ഇപ്പോ ആരെങ്കിലും നിന്റെ മൂക്കുമായും പൊത്തിപ്പിടിച്ചിട്ട് 5 മിനിറ്റ് ശ്വാസം വലിക്കാൻ ഒട്ടും സമ്മതിക്കാതെ ഇരുന്ന അതെങ്ങനെ ഫീൽ ചെയ്യ? നമ്മൾ മരിച്ചു പോകുന്ന പോലെ തോന്നില്ലേ? എന്റെ സ്നേഹത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാ എനിക്കിതല്ലാതെ വേറെ ഉദാഹരണം പറയാനില്ല.
യഥാർത്ഥ സ്നേഹം എന്താണെന്നറിയോ? ഈ ലോകത്തെക്കുറിച്ച് എല്ലാം തന്നെ മറന്നു കളഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് ലോകം എന്ന് തോന്നിപ്പോകുന്നതാ. നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ സ്നേഹിക്കുന്നവരുടെ സന്തോഷ. ഈ ലോകത്തിൽ ഇനി എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും അതിനെല്ലാം എതിർത്ത് അവർക്ക് വേണ്ടി നമ്മുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്യുന്നതാ യഥാർത്ഥ സ്നേഹം. എന്നാ അവർ നമ്മുടെ കൂടെയുള്ള സമയത്ത് അവരുടെ സ്നേഹത്തിന്റെ വില എന്താണ്, ആ സ്നേഹം നേടാൻ അവർ ചെയ്തത് എന്തൊക്കെയാ, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ, അവർ പൊടിയുന്ന കണ്ണീരിന്റെ വില ഇതൊന്നും മനസ്സിലാക്കില്ല നമ്മള്. സ്നേഹിച്ചവരെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കത്തുള്ളൂ. സ്നേഹം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്നറിയാം? നമ്മൾ സ്നേഹിക്കുന്നവരെ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന ആ വേദന എത്ര മാത്രമാണെന്ന് നിനക്കറിയാമോ? സ്നേഹം നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ടെന്ന് എല്ലാവരും പറയും. സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ അതിലേറെ വേദനയാണെന്ന് മനസ്സിലാവും. എന്നാൽ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ വേണ്ട 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 എന്ന് എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞിട്ടും വിട്ടു തരാതെ കൊന്നു കളയുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, അതെനിക്ക് മാത്രമേ അറിയൂ. ശിവാനി, എന്റെ ശിവാനിയെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. ശിവാനി, ആരാ ഈ ശിവാനി എന്ന് പറയുന്നേ? നിന്റെ നാടകത്തിലെ ഹീറോയിനാണോ? അല്ല മോനെ, നീ എന്ത് സൂപ്പറായിട്ടാ പെർഫോം ചെയ്യുന്നേ. ക്യാമറ ഓണിലാണോ ഉള്ളത്? നിന്റെ ഈ മുഖം കണ്ടിട്ട് ഏത് പെൺകുട്ടിയാണോ അവ വീഴുക. അതുകൊണ്ടായിരിക്കും അല്ലേ നീ തന്നെ നാടകം എഴുതിയിട്ട് അതിലെ കഥാപാത്രത്തെ തന്നെ പ്രേമിക്കുന്നത്. പക്ഷെ ആ കഥാപാത്രം പോലും നിന്നെ പ്രേമിക്കില്ല. പാവം. ശരി, ഞാൻ കിടക്കട്ടെ. എന്തോ ഇവന്റെ കഥ കേട്ടപ്പോ അറിയാതെ തന്നെ കണ്ണ് നിറയാണല്ലോ. എനിക്കും ബന്ധമുള്ള കഥയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്തോ കൺഫ്യൂഷൻ ആവുന്നല്ലോ. എന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്തോ മറന്നു പോയതുപോലെ തോന്നുന്നു. എന്താ ഇങ്ങനെയൊക്കെ? നോക്കൂ ദിഗ്വിജയ, നാം ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കാൻ തുടങ്ങുന്നത് ഘോര അതിഘോര മഹാ അഗ്നികേചര വിദ്യയാണ്. ഈ വിദ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തിയെ തടുക്കുവാൻ ആരെ കൊണ്ട് കഴിയുകയില്ല. എന്തിനു തടുക്കണം? ആ ശക്തി കൊണ്ട് എന്താണ് സംഭവിക്കുക? ഭസ്മമായി തീരും, വിഭൂതിയായി തീരും. ആ മഹാശക്തി നമ്മൾ പ്രയോഗിച്ചാൽ അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു തെളിവും അവശേഷിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദിഗ്വിജയ, ഈ വിദ്യ പ്രയോഗിക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിക്കൂ എന്ന്. അതെ ദിഗ്വിജയ, നീ ഒരിക്കൽ കൂടി ഒന്ന് നന്നായി ആലോചിക്കേ. എന്തുകൊണ്ടെന്നാൽ അവനെ നിന്റെ മകൾ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ മരണം നിന്റെ മകൾക്കുണ്ടാക്കുന്ന സങ്കടം നീ തന്നെ കാണേണ്ടി വരുന്നതാണ്. അവൻ ജീവിച്ചിരുന്നാലും എന്റെ മകള് വീണ്ടും സങ്കടപ്പെടുന്നത് ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ട് അവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ശരി, നിന്റെ ഇഷ്ടം.
ദിഗ്വിജയ, നിന്റെ മകൾ സ്നേഹിക്കുന്നവൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭസ്മമാകുന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടോളൂ. പുറപ്പെടൂ. എന്താ ഇവന്റെ വാക്കിന്റെ അർത്ഥം? ഇവന്റെ സ്നേഹത്തിന്റെ കഥ കേട്ട് എന്റെ മനസ്സ് എന്താണ് ഇത്ര ചാഞ്ചാടുന്നത്? അവൻ ആരോ, ഞാൻ ആരോ. അതുമല്ല, അവൻ പറയുന്നത് വെറും കഥയാണ്. കഥയെന്ന വെറും സങ്കല്പം. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നേ? അവൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് എന്തുകൊണ്ടാ തോന്നുന്നത്? വീട്ടിലെല്ലാവരും ശിവാനി ശിവാനി എന്ന് പറയുന്നു. ഈ റിയാലിറ്റി ഷോ, ഇതിന്റെ പിന്നിൽ ഞാൻ അറിഞ്ഞിട്ടും അറിയാത്ത വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും അത്? ഓരോ ദിവസവും ഇവൻ കഥ കഥ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന ഒരു പ്രാവശ്യം പോലും ഇവൻ സ്ക്രിപ്റ്റ് കാണിച്ചിട്ടേ ഇല്ല. ഇവൻ വായിക്കുന്നതും കണ്ടിട്ടില്ല. ഇവൻ ഇത്രയ്ക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അവൻ എഴുതിയ കഥ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. ഒരിക്കലും ഈ വീട് മുഴുവൻ പരിശോധിക്കണം. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം അപ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടും. ഇവിടെ ഈ കഥയുടെ ഒരംശം പോലും കാണാനില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത് കഥയല്ല, ദുരന്തമാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ എന്തോ നടന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വ്യക്തതയില്ലാത്ത സ്വപ്നങ്ങൾ, വിചിത്രങ്ങളായ ചിത്രങ്ങളുടെ കൂട്ടങ്ങൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന, മനസ്സിൽ തോന്നുന്ന വ്യക്തതയില്ലാത്ത നിഴലുകൾ. അതിനും ഈ ഫോട്ടോസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവനോട് ചോദിച്ചാലോ? വേണ്ട, ഈ കാര്യം ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. എന്തായാലും നേരം വെളുക്കട്ടെ. ഒരു ദിവസത്തിനുള്ളിൽ ഗരുഡലോകത്തിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണയെ വിട്ട് ഏത് ലോകത്തിലേക്ക് പോയാലും അത് മരണലോകം തന്നെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? അഗ്നികേചര വിദ്യ. ആരാ ഇത് പ്രയോഗിക്കുന്നത്? ഗരുഡദേവ, വിഷ്ണു ഭഗവാനെ, എന്താണിതൊക്കെ? ഈ അഗ്നികേചര പ്രയോഗത്തെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക. ദിഗ്വിജയ, ഇപ്പോഴവനെ ചുട്ട് ഭസ്മമാക്കി തീർത്തിട്ടുണ്ടാകും.
അസാധ്യം. ഇതെങ്ങനെ സംഭവിച്ചു ദാക്ഷായണി? അസംഭവ്യം. അസംഭവ്യമായത് സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ? അഗ്നികേചര വിദ്യ മനുഷ്യരെ കൊണ്ട് തടുക്കുക സാധ്യമല്ല. ഇത് വേറെ ലോകത്തുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ. അതെ ദിഗ്വിജയ, സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ ഈ ലോകത്തുള്ളവനല്ല ദിഗ്വിജയ. അവന് വേറെ ഏതോ ശക്തിയുണ്ട്. അവന് ശക്തിയുണ്ടെന്നതിൽ ഒരു സംശയവുമില്ല. നമുക്ക് അഗ്നിവർഷ പ്രയോഗം നടത്തിയാലോ? അവൻ ആരാണെന്നറിയാതെ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. ഭൂമിയിലുള്ള ഏത് ശക്തിയും തോൽപ്പിക്കാനുള്ള ശക്തി അഗ്നികേചര വിദ്യയ്ക്കുണ്ട്. എന്നാൽ അതും ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ആദ്യം അവൻ ആരാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മതി അടുത്ത പ്രയോഗം. നിർത്തിക്കോളൂ. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് അവനെ കൊല്ലാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗണ്ണിന് അവന്റെ കഥ കഴിക്കാൻ നിമിഷ നേരം മതി. കൃഷ്ണേ, പോയിട്ട് വരട്ടെ ദാക്ഷായണി. അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ചിലർക്ക് ഓരോന്ന് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് മാഡം എത്ര രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നേ? എനിക്ക് കാവലൊക്കെ വന്നതാണോ? എന്താണ് കാര്യം? ചോദിക്കാൻ 1000 ചോദ്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാ. ചോദ്യങ്ങളോ? ഹലോ, ഇയാൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? ഞാനെന്താ പറഞ്ഞേ? അല്ല, ഈ റിയാലിറ്റി ഷോയിൽ നമ്മളൊക്കെ കണ്ടസ്റ്റൻസ് ആണെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണോ? ആ അതെ, അത് സത്യ. എന്തുപറ്റി? എന്താ സംശയം? അല്ല മോനെ, ഞാൻ ഈ വീട് മൊത്തത്തിൽ നോക്കി, എവിടെയും ഒരു ചെറിയ ക്യാമറ പോലും ഇല്ലല്ലോ. അപ്പൊ ഈ ഷോയ്ക്ക് ആരാ റെക്കോർഡ് ചെയ്യുന്നേ? എവിടെ ഇരുന്നിട്ടാ റെക്കോർഡ് ചെയ്യുന്നേ? അത് ഈ ഷോയുടെ ടോപ്പായിട്ടുള്ള സീക്രറ്റാ. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഈ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഈ ക്യാമറ എവിടെയാണെന്നുള്ള കാര്യമൊന്നും ആരോടും പറയാതിരിക്കുന്നേ. നമുക്കിവിടെ വേണ്ടത് നാച്ചുറൽ പെർഫോമൻസാ. അതിനു വേണ്ടിയല്ലേ? ആണോ? ആ ശരിക്കും റിയാലിറ്റി ഷോ തന്നെയാണോ? എന്താ ഇത്ര സംശയം? ഒരു മിനിറ്റ് വന്നേ. എന്താ ഇങ്ങ് വരാൻ. എന്താ? വാ, ഇവിടെ പിടിക്ക്. എന്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടെ ആ കൈ ഇങ്ങനെ തന്നെ. ഇങ്ങനെ പിടിക്കും. എന്താ ഈ ചെയ്യുന്ന നീ? നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്ത് ഫീല്? എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഒന്നും തോന്നിയില്ലേ? വാ, ഇങ്ങ് വാ. ഇങ്ങോട്ട് വരാൻ. ഇപ്പൊ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, എനിക്കൊരു ഫീലും ഇല്ല. ഒന്ന് ഇരിക്കെ മുട്ടുകുത്തിയിരിക്കെ. അയ്യോ, ഒരു മുട്ട് മാത്രം കുത്തിയിട്ട്. എന്റെ കൈ പിടിക്ക്. കൈ പിടിക്കാൻ പറഞ്ഞ പിന്നെ ഇനി ഒന്ന് പ്രപ്പോസ് ചെയ്തേ. പ്രപ്പോസ് ചെയ്യാൻ